വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. വിവിധ പാർട്ടികൾ, സോഷ്യലിസ്റ്റുകാർ, ജനാധിപത്യവാദികൾ, അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ CFD, സോഷ്യലിസ്റ്റ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. വിവിധ വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് RSS പ്രബലമായ ശക്തിയായിട്ട് അതിൽ പ്രവർത്തിക്കുന്നില്ല. മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത്. RSS ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല, ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇതിൽ ചേരുന്നത്. അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMS ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. ഇത് അസന്നിഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ്. അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? അതിൽ 2 മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് VP സിംഗിൻ്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത് EMS ആണ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1980 മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് RSSന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കറിയുന്ന പോലെ രാജ്ഭവൻ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഡോക്ടർ ഹെഗ്ഡേവാറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെയും ഫോട്ടോ കൂടി ചേർത്തിരിക്കുകയാണ്. ഗാന്ധിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇനി അവിടെ എപ്പോഴാണ് ഗോഡ്സെയുടെ ഫോട്ടോ വെക്കുന്നത് എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരൂ. കാരണം RSSൻ്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിയേക്കാളും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ നായകൻ ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറുമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ആ ഫോട്ടോ കൂടി വരുമെന്ന് പറയാൻ സാധിക്കും. ഒരു ഭാഗത്ത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതാംബയുടെ പ്രശ്നം RSSൻ്റെ ചിഹ്നവും എല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്.